ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവിന് ഏറെ ശുഭാപ്തി വിശ്വാസക്കാരനായ ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും സംഭവിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും ആ സൈന്യാധിപൻ ഇങ്ങനെ പറയുമായിരുന്നു, എല്ലാം നല്ലതിനാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് തൻ്റെ ആയുധം വൃത്തിയാക്കുന്നതിനിടയിൽ രാജാവിൻ്റെ കാലിലേക്ക് വാൾ വീഴുകയും ഒരു വിരൽ അറ്റുപോവുകയും ചെയ്തു. രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്ന സൈന്യാധിപൻ പതിവ് പോലെ ഇത്തവണയും തൻ്റെ സ്ഥിരം പല്ലവി ആവർത്തിച്ചു, എല്ലാം നല്ലതിനാണ്, ഈ സംഭവിച്ചതും നല്ലതിനാണ്. വേദന കൊണ്ട് ആകെ അവശനായിരുന്ന രാജാവിന് ഈ ഒരു സംസാരം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തൻ്റെ കാൽവിരൽ മുറിഞ്ഞിട്ട് പോലും സൈന്യാധിപൻ പറയുന്നത് കേട്ടില്ലേ, നല്ലതിനാണെന്ന്. അദ്ദേഹം ഉറക്കെ ആജ്ഞാപിച്ചു, സൈനികരെ, ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കൂ. രാജാവിൻ്റെ ആജ്ഞപ്രകാരം ആ സൈന്യാധിപൻ അപ്പോൾ തന്നെ ജയിലിലടയ്ക്കപ്പെട്ടു. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എല്ലാം നല്ലതിനാണ്, ഇതും നല്ലതിനാണ്. രാജാവ് വല്ലാതെ അതിശയിച്ചു. ഇദ്ദേഹം എന്താണ് പറയുന്നത്? ജയിലിലടയ്ക്കുമ്പോൾ പോലും നല്ലതിനാണത്രേ. രാജാവിന് ആകെ ആശയക്കുഴപ്പമായി. ദിവസങ്ങൾ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാജാവ് നായാട്ടിനായി തൻ്റെ പരിവാരങ്ങളോടൊപ്പം കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. രാജാവിനൊപ്പം സൈനികർ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ദൗർഭാഗ്യവശാൽ അദ്ദേഹം കാടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടുപോയി. അദ്ദേഹത്തിന് തൻ്റെ സൈന്യത്തിലെ ഒരാളെ പോലും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന രാജാവിൻ്റെ മുന്നിലേക്ക് ഒരു കൂട്ടം കാട്ടുവാസികൾ പ്രത്യക്ഷപ്പെട്ടു. അവർ നൃത്ത ചുവടുകളോടെ സന്തോഷത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. രാജാവിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ ബലിക്കുള്ള മനുഷ്യനെ കിട്ടിയിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ അവരെല്ലാവരും കൂടി രാജാവിനെ പൂജ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ ചെന്ന ശേഷം രാജാവിനെ കുളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ മാറിയ ശേഷം അവർ ഒരു ഹോമകുണ്ഡത്തിൻ്റെ അടുത്തായി കൊണ്ടിരുത്തി. ബലി നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു മനുഷ്യൻ വന്നു പൂർണ്ണമായി പരിശോധിച്ചു. എവിടെയും ഒരു മുറിവ് പോലും പാടില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് അവർക്ക് കാണാൻ സാധിച്ചത് കാലിൽ ഒരു വിരലില്ല. ഇത് കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ നമുക്ക് ബലിക്ക് വേണ്ട, ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു വിരലില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രാജാവിനെ ഉപേക്ഷിച്ചു പോവുകയുണ്ടായി. കുറച്ചേറെ സമയം പരിഭ്രാന്തനായിരുന്നെങ്കിലും അദ്ദേഹം തൻ്റെ ജീവനും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം അതിനേക്കാളേറെ രാജാവിൻ്റെ ആവശ്യം മറ്റൊന്നായിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിലെത്തിയ ഉടനെ അവിടുത്തെ സൈനികരോട് കൽപ്പിച്ചു, സൈന്യാധിപനെ തുറന്നുവിടുക. പുറത്തേക്ക് വന്ന സൈന്യാധിപനോട് രാജാവ് ചോദിക്കുകയുണ്ടായി, താങ്കൾ എൻ്റെ കാൽ മുറിഞ്ഞപ്പോൾ നല്ലതിനാണ് എന്ന് പറഞ്ഞു. ശരി, അത് നല്ലതിന് തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. പക്ഷേ താങ്കൾ ജയിലിൽ കിടക്കാൻ ഇടയായില്ലേ, അത് നല്ലതിനല്ലല്ലോ. അതിനെ താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇത് കേട്ട സൈന്യാധിപൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എപ്പോഴും അങ്ങയുടെ നിഴല് പോലെ അങ്ങേക്കൊപ്പം നടക്കുന്നവനാണ്. അങ്ങനെ ജയിലിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അങ്ങയുടെ ഒപ്പം ഞാൻ ഉണ്ടാകുമായിരുന്നു. അങ്ങയുടെ കാൽവിരൽ മുറിഞ്ഞതിനാൽ അവർ അങ്ങയെ വെറുതെ വിട്ടു. പക്ഷേ എനിക്കൊരു കുഴപ്പവുമില്ല, അവരെന്നെ ബലി കൊടുത്തേനെ, എല്ലാം നല്ലതിനാണ്. ഈ ഉത്തരം കേട്ടിട്ട് രാജാവിന് മറുപടി ഇല്ലായിരുന്നു. അദ്ദേഹം സൈന്യാധിപന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ശരിയാണ്, എല്ലാം നല്ലതിനാണ്. നാം ഒരു കാഴ്ചപ്പാടോടെ അതിനെ കാണാൻ ശ്രമിച്ചാൽ എല്ലാത്തിലും ഒരു നന്മയുണ്ടാകും. സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനാണ് എന്ന ഭഗവത്ഗീതയിലെ വാക്യങ്ങൾ പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും കടന്നു പോകുന്ന നിമിഷങ്ങൾ അത് നമുക്ക് സമ്മാനിക്കുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ അതിലൊരു നന്മ കണ്ടെത്താൻ ശ്രമിച്ചാൽ
നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റം വരില്ലേ? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു സംഭവം അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടാകും. നമുക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയതുകൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഇവിടെ എത്താൻ സാധിച്ചത്. എല്ലാവർക്കും ശുഭദിനം.